അപ്പൊ അങ്ങനെ തന്നെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും തിരുവോണം ആശംസിക്കുകയാണ്. നിങ്ങൾക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞ ഒരു തിരുവോണം തന്നെ ആവട്ടെ ഈ വർഷത്തേത് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ലൂസ് സ്റ്റൈൽ ബിസിനസ് വളരെയധികം ഗ്രോ ചെയ്ത് നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഈ ഒരു പൂക്കളം കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എത്രത്തോളം ഒരു പോസിറ്റീവ് എനർജി വരുന്നുണ്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു ബിസിനസ് നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ നോക്കണം. ഒരു കാരണവശാലും ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് നിങ്ങളുടെ ഈ ബിസിനസ് മേഖലയിൽ നിങ്ങൾ ഈ ലൂസ് സ്റ്റൈൽ ബിസിനസ്സിനകത്ത് നിങ്ങൾ ഒരു തീരുമാനം അടുത്ത തീരുമാനം അല്ലെങ്കിൽ ഇത് വേണ്ട എന്നുള്ള തീരുമാനം എന്നല്ല, പോസിറ്റീവ് എനർജിയോടുകൂടി തന്നെ നിങ്ങൾ ഈ ഒരു ബിസിനസ് മാർഗം മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. കേരളീയരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഓണക്കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കാലഘട്ടം തന്നെയാണ് കേരളീയർക്ക്, അല്ലെ? നമ്മൾ മലയാളികൾക്ക് ഏറ്റവും സന്തോഷമുള്ളതും വീട്ടിലെ വീട്ടുകാരും ഒക്കെ ആയിട്ട് എല്ലാവരുമായിട്ട് ഒന്നിച്ചിരുന്ന് പായസമൊക്കെ കുടിച്ച് വളരെ സന്തോഷത്തോടെ സദ്യയൊക്കെ ഓണസദ്യയൊക്കെ കഴിച്ച് അതെന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ അതിന് വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. ഒരു പ്രത്യേക പോസിറ്റീവ് എനർജിയാണ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ ഈ ഒരു ബിസിനസ് മാർഗത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വർഷത്തിൽ ഒരിക്കൽ കിട്ടുന്നതാണ് മൂന്നാല് ദിവസത്തെ ഈ ഒരു ഓണ കാലഘട്ടം എന്ന് പറയുന്നത്. നമ്മുടെ പഴയ കാലഘട്ടവും നമ്മൾ മറന്നു പോരുന്നതാണ്. കുട്ടിക്കാലത്തിലുള്ള ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇപ്പൊ മാറിയെന്ന് വേണം പറയാനായിട്ട്. പഴയ ആ ഒരു ഇതൊന്നും അല്ല ഇപ്പൊ ഓണം എന്ന് പറയുമ്പോഴത്തേക്കും, അല്ലെ? പണ്ടത്തെ ആ ഒരു ഇതൊന്നും അല്ല, നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. എന്നാലും ഇതുപോലെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഓണം കാലഘട്ടം വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെയൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ് ഓണം. അതോടൊപ്പം തന്നെ ഓണസദ്യ, പായസമൊക്കെ വെച്ച് കുടിക്കുക, ഊഞ്ഞാല് കെട്ടി ഊഞ്ഞാലാടുക, അല്ലെ? പേരക്കിടാങ്കളും മക്കളുടെ ഒക്കെ ഒപ്പം ഇരുന്ന് സന്തോഷിക്കുക എന്നൊക്കെ ഉള്ളത്. അപ്പൊ പിന്നെ അടിച്ചു പൊളിച്ച് പുറത്തൊക്കെ പോയിട്ട് ഒന്ന് കറങ്ങാൻ പോവുക, ടൂറ് പോകുക, ഇതൊക്കെ വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു തിരുവോണം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും പോസിറ്റീവ് മൈൻഡായിട്ട് തന്നെ നിങ്ങൾ എല്ലാവരും മുന്നോട്ടേക്ക് പോട്ടെ. നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഹാപ്പി ഓണം.